ഇതവള് നമ്മളോടുള്ള വിരോധം തീർക്കാൻ മനഃപൂർവ്വം കളിച്ച കളിയാ. ഇതിന് നിന്നു കൊടുക്കാൻ എന്നെ കിട്ടില്ല. നായികയുടെ വേഷം കിട്ടി അവള് വന്നതിന് പിന്നിൽ എന്തോ ഗൂഢമായ ഉദ്ദേശമുണ്ട്. അവളുടെ ഒരു ഉദ്ദേശവും നടക്കില്ല. അതിന് സമ്മതിക്കില്ല ഞാൻ. നീൽ സാറിനെ ഡയറക്റ്റ് വിളിക്കുന്നു. വാ. നീൽ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അറിയാലോ, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാ ഈ സിനിമ വീണ്ടും തുടങ്ങാൻ സാധിച്ചത്. സർ, നായികയെ മാറ്റിയ കാര്യം എന്നോടാരും സൂചിപ്പിച്ചിട്ട് പോലുമില്ല. ഒരു നടനെന്ന നിലയിൽ നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്താൽ പോരെ? നായിക ആരാണെന്ന് അറിഞ്ഞാല് നീൽ അഭിനയിക്കാൻ പറ്റുന്നുണ്ടോ? സർ, അങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ഇവളല്ലാതെ വേറെ ആരുടെ കൂടെ ഞാൻ അഭിനയിക്കാം. നായിക ആരാണെന്നുള്ളത് ഇപ്പൊ എന്റെ വിഷയമല്ല. പക്ഷെ ഇവളുടെ കൂടെ എനിക്ക് പറ്റില്ല സർ. ഞങ്ങൾ തമ്മിൽ മുൻപരിചയമുണ്ട്. അക്കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്തായാലും ഇങ്ങനെ സംഭവിച്ചു പോയി. അതിന്റെ പേരിൽ നീൽ ഇങ്ങനെ വാശി കാണിക്കരുത്. സർ, ഇത് വാശിയല്ല. ഏട്ടൻ അവളുടെ മുഖത്ത് നോക്കി അഭിനയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നമ്മളെ ദ്രോഹിച്ചവളാ വേദ. ശരി ശരി, ഓക്കെ. നീൽ പൊയ്ക്കോളൂ. ഞാൻ പ്രൊഡ്യൂസറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ശരി സർ. സ്വാതി, വാ. അവളുടെ നോട്ടം കണ്ടില്ലേ? നായികയായിട്ട് അവള് വരുന്ന കാര്യം ഏട്ടൻ അറിയണ്ടെന്ന് പറഞ്ഞത് ആരാ? അവളാണോ? അതെ മാഡം. അപ്പൊ അവള് കരുതിക്കൂട്ടി തന്നെ വന്നതാ. ഏട്ടന്റെ നായികയാവൻ. പഴയതൊക്കെ വീണ്ടും ആവർത്തിക്കാൻ തന്നെ അവളുടെ ലക്ഷ്യം. അവളുടെ ഒരു ഉദ്ദേശവും നടക്കില്ല സ്വാതി. നീ കണ്ടോ? വാ. ഓ എന്റെ കർത്താവേ, നീ പിന്നെയും ചതിക്കുവാന്നോ? അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. കാര്യം എന്താണെന്ന് ആദ്യം നമുക്ക് അവളോട് തന്നെ ചോദിക്കാം. എല്ലാം ഒരു മയത്തിൽ മതി. അറിയാലോ കാര്യങ്ങളൊക്കെ. അച്ഛൻ ഇങ്ങോട്ട് വന്നേ, ഞാൻ സംസാരിച്ചോളാം. വരാനല്ലേ പറഞ്ഞേ? എന്റെ കൊച്ചേ, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? വൈദേഹിക്ക് ഇതിനു മുമ്പ് നീലിന് പരിചയമുണ്ടോ? വൈദേഹിക്ക് അയാളെ പരിചയമില്ല. പക്ഷേ വേദയ്ക്ക് നീലിനെ സ്വാതി അടുത്തറിയാം. അതെങ്ങനെ? കുട്ടി നേരത്തെ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ബോബിച്ചായ, നമ്മള് തമ്മില് ഈ ചോദ്യവും പറച്ചിലും ഒക്കെ വേണോ? അയാൾ എന്തിനാ കൊച്ചിന്റെ കൂടെ അഭിനയിക്കില്ല എന്ന് പറയുന്നത്? അതെ ബോബിച്ചായ, പണ്ട് ഞങ്ങൾ ഒരുമിച്ച് കുറെ കാലം അഭിനയിച്ചിട്ടുണ്ട്. അത് പക്ഷേ സിനിമയിലല്ല, ജീവിതത്തില്. എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് അയാളെ പ്രേമിച്ചിരുന്നു. അയാളെ എന്നെയും പ്രേമിച്ചിരുന്നു. പിന്നെ കുറച്ചു കാലം ഞാൻ ജയിലിലായിരുന്ന കാര്യം ബോബിച്ചാൻ അറിയാലോ. അത് ഇയാളുടെ അമ്മയെ കൊന്ന കുറ്റത്തിനാ. കർത്താവേ, നീ പിന്നെയും ചതിച്ചോ? നിങ്ങൾ തമ്മിൽ ഇങ്ങനൊരു പ്രശ്നമുള്ള സ്ഥിതിക്ക്
ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? അയാൾ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. എനിക്ക് അയാളുടെ കൂടെ അഭിനയിക്കാൻ ഒരു മടിയുമില്ല. പിന്നെ എന്നെ ഒഴിവാക്കി മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മോള് ചെയ്ത സഹായം ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? മോളെ മാറ്റുന്ന പ്രശ്നമില്ല. ഞങ്ങൾ അവനോടൊന്ന് സംസാരിക്കട്ടെ. വാ ബാബുച്ചായ. സംസാരിക്കേ. എത്ര സംസാരിച്ചാലും ഈ വേദ വിചാരിക്കുന്നതേ നടക്കൂ. സർ, ഞാൻ ഈ സിനിമയിൽ നിന്ന് പിന്മാറുക. നീൽ, അബദ്ധം കാണിക്കരുത്. ഇത് സിനിമയാ. വൈദേഹി നിങ്ങളുടെ ശത്രുവാണ്, സമ്മതിച്ചു. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ നിങ്ങളത് മറക്കണം. നീൽ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊരു നടനും വൈദേഹി ഒരു നടിയും മാത്രമാണ്. എനിക്ക് കഴിയില്ല സർ. അവളെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ അമ്മയുടെ മരിച്ചു മരവിച്ച മുഖവാ. സർ, ഞങ്ങളുടെ കുടുംബം തകർത്തവളാ ആ വേദ. അതെ സർ. ഏട്ടന്റെ പെറ്റമ്മയെ കൊന്നവൾ. അവളോടൊപ്പം ആടാനും പാടാനുമാ സാർ ഇപ്പൊ പറയുന്നേ. നിങ്ങൾ കഥാപാത്രങ്ങളാണെന്നങ്ങ് വിചാരിച്ച പോരെ, പ്രശ്നം തീരില്ലേ? നീൽ, വലിയ പണമുടക്കുള്ള ബിസിനസ്സാണ് സിനിമയെന്ന് നീലിന് ഞങ്ങൾ പറയാതെ തന്നെ അറിയാലോ. ഇപ്പൊ തന്നെ വലിയൊരു തുക പലിശക്ക് എടുത്തിട്ടാ ഇത് വീണ്ടും തുടങ്ങിയത്. ഇട്ടെറിഞ്ഞിട്ട് പോയാ ആ നഷ്ടം നിങ്ങൾ തരേണ്ടി വരും. അതിനേക്കാൾ എളുപ്പം സാർ അവളെ അങ്ങ് മാറ്റുന്നല്ലേ? അതെത്ര എളുപ്പമല്ല നീൽ. കാരണം നേരത്തെ മാഡം പറഞ്ഞ ആ വലിയ തുക ഈ സിനിമയ്ക്ക് വേണ്ടി ഫിനാൻസ് ചെയ്തിരിക്കുന്നത് വൈദേഹി തന്നെയാ. സത്യത്തിൽ വേദ എന്ന വൈദേഹി തന്നെയാ ഈ പടത്തിന്റെ പകുതി പ്രൊഡ്യൂസർ. ദേവദാസ് സാറേ, ഇവിടെ ഇപ്പൊ എളുപ്പത്തിൽ എടുക്കാവുന്ന ഒരു തീരുമാനമുണ്ട്. ഇയാളെ അങ്ങോട്ട് മാറ്റുക. അതാ നല്ലത്. അല്ല പിന്നെ ബോബുച്ചായ, മണ്ടത്തരം പറയല്ലേ? അല്ല സാറേ, അച്ചായൻ പറഞ്ഞതാ ശരി. നീല് പോകുന്നെങ്കിൽ പോട്ടെ, നമുക്ക് വേറെ നായകനെ വെച്ച് ഫിലിം ഷൂട്ട് ചെയ്യാം. മാഡം പറഞ്ഞതാ അതിന്റെ ശരി അല്ലേ ഡയറക്ടർ സാറേ? ഇനി അതല്ല, ഞാൻ അഭിനയിക്കണ്ടെന്ന് നീല് വാശി പിടിക്കുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കാതിരിക്കാം. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം അത് ഇപ്പൊ തന്നെ എനിക്ക് തിരിച്ചു തന്നേക്ക് ബോബുച്ചായ. ഡി, അവസരം കിട്ടിയപ്പോ നീ പകരം വീട്ടുക അല്ലേ? ഇതെന്റെ കരിയറാ. ഇതിൽ തൊട്ട് കളിച്ചാ നിന്നെ ഞാൻ വെറുതെ വിടില്ല. സെൻട്രൽ ജയിലിലെ ചപ്പാത്തി കഴിച്ചിട്ടുണ്ടോ നീല്? ഞാനത് കഴിച്ചിട്ടുള്ളവളാ മാസങ്ങളോളം. ഇരുമ്പഴിക്കകത്തെ സിമന്റ് തറയിൽ ഒരു പുൽപ്പായ വിരിച്ച് കിടന്നിട്ടുണ്ടോടി നീ? ചുറ്റും മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും പക്ക ക്രിമിനൽസും ഒക്കെയാ. അതെന്നെ കൊണ്ട് അനുഭവിപ്പിച്ചത് നീയാ. അതിന് ഞാൻ ഇങ്ങനെയെങ്കിലും പകരം വീട്ടേണ്ടടി നിന്നോട്. നീ ജയിലിൽ പോയത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടൊന്നും അല്ലല്ലോ, കൊലപാതകയായിട്ടല്ലേ? ഒരു കൊലപാതകയ്ക്ക് ജയിലിൽ കിട്ടുന്ന സൗകര്യങ്ങൾ നീ പറഞ്ഞതൊക്കെ തന്നെയാ. അതിന്റെ കണക്കുകൾ ഞാൻ പലവട്ടം കൂട്ടിയും കിഴിച്ചും നോക്കിയിട്ടും എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിന്റെയൊക്കെ കുഴിമാടം വരെ ഞാൻ മാന്തിയെടുക്കും. അതിന് ഞാൻ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും.
ആ പടിക്കകത്ത് കാല് കുത്തിയ ചാണകം മുക്കിയ ചൂലുകൊണ്ട് അടിച്ചു നിന്നെ ഞാൻ പുറത്താക്കും. ഷട്ടപ്പ്. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ പോര് തീർക്കാനുള്ള സ്ഥലം എന്റെ ഈ ലൊക്കേഷൻ അല്ല. ഈ സിനിമ എങ്ങനെ തീർക്കാം, അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്ക. സർ, ഞാൻ എന്തിനും റെഡിയാ, അഭിനയിക്കാനും തിരിച്ചു പോകാനും. അയ്യോ, മോള് പോകണ്ട, നീല് പോയാ മതി. മോൾ അങ്ങോട്ട് ചെന്നിരുന്നേ, ഞങ്ങളിപ്പോ വരാം. നീൽ, ഇത് നിങ്ങൾക്കുള്ള അവസാനത്തെ അവസരമാണ്. ഇവളുടെ വാക്കും കേട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഇവിടെ നിങ്ങൾ എന്റെ മുമ്പിൽ തോറ്റു തന്നേ പറ്റൂ. ഇവൾക്ക് മുന്നിൽ നിങ്ങളുടെ നായികയായിട്ട് ഞാൻ തന്നെ അഭിനയിക്കും. ഡയറക്ടർ സർ, തീരുമാനം എന്തായാലും അറിയിച്ചാൽ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഞങ്ങൾക്ക് 1/2 മണിക്കൂറിനകം മറുപടി കിട്ടണം. ബോബിച്ചേവാ. സർ, ഇത്രയ്ക്ക് അപമാനിക്കണമായിരുന്നോ എന്റെ ഏട്ടനെ? സ്വാതി, ഇതിൽ അപമാനത്തിന്റെ കാര്യമൊന്നുമില്ല. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു നായിക മാറി പുതിയൊരു നായിക വന്നു. അപരിചിതരായ 2 വ്യക്തികൾ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നുവെന്ന് നീൽ വിചാരിച്ച പോരെ, ഈ പ്രശ്നങ്ങളെല്ലാം തീരില്ലേ? അതല്ല, തോൽക്കാൻ തീരുമാനിച്ചാൽ നീല് മാത്രമേ തോൽക്കൂ. എന്നാൽ ഇവിടെ ജയിക്കാൻ തീരുമാനിച്ചാലോ? നാളെ സിനിമയിൽ ഇയാൾ രാജാവാകും. സ്വാതി, ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക. സ്വാതി, ആർക്ക് മുന്നിൽ തോറ്റാലും അവൾക്ക് മുന്നിൽ അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല. അവൾക്ക് മുന്നിൽ തോൽക്കാതെ തന്നെ ഏട്ടനെ ജയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സ്വാതി, ദേ, താൻ എവിടെ പോകുന്നു? വേണ്ട, വെറുതെ വഴക്കിനൊന്നും നിൽക്കണ്ട. ഏട്ടൻ എന്നെ തടയരുത്. സ്വാതിയെ ജയിക്കാൻ വേദയ്ക്കാവില്ല, ഒരിക്കലും. എന്റെ ഏട്ടന്റെ കരിയർ തകർക്കാൻ ശ്രമിച്ചിട്ട് നേരുന്ന് ജ്യൂസ് കുടിക്കാൻ പോവാണോ? പിടിക്ക്, കൊണ്ടുപോ. മാഡത്തിനിപ്പോ ഈ ജ്യൂസ് അല്ല വേണ്ടത്. ഇവൾക്ക് വേണ്ടത് എന്താന്ന് എനിക്കറിയാം. അത് ഞാൻ കൊടുത്തോളാം. കൊണ്ടുപോ. പോവാൻ. ഞാൻ ജ്യൂസ് കുടിക്കണ്ടെന്ന് നീ തീരുമാനിച്ചു. വേണമെങ്കിൽ ഇപ്പൊ എനിക്കത് തിരികെ വാങ്ങി കുടിച്ച് നിന്റെ മുമ്പിൽ ജയിക്കാം. നിന്റെ അഹങ്കാരത്തിന് മറുപടി നൽകാൻ വേദയ്ക്കറിയാഞ്ഞിട്ടല്ല. നിന്റെ ഭർത്താവ് ഈ സിനിമയിൽ അഭിനയിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ച അതോടെ തീർന്നു നായകനായിട്ടുള്ള അയാളുടെ കളി. എന്താ, കാണണോ? എന്റെ ഭർത്താവിന്റെ കരിയർ അവസാനിപ്പിച്ച് ഞങ്ങളോട് പ്രതികാരം ചെയ്യാൻ നീ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയതാണെന്ന് എനിക്കറിയാം. ഓഹോ, നീ അതിത്ര പെട്ടെന്ന് മനസ്സിലാക്കിയോ? കൊള്ളാം. അതിരിക്കട്ടെ, നീ ഇപ്പൊ എന്റെ മുമ്പിലേക്ക് എഴുന്നള്ളി എന്തിനാ?
ഭർത്താവിന് വേണ്ടി എന്നോട് യാചിക്കാനാണോ അതോ എന്നെ വെല്ലുവിളിച്ച് ജയിക്കാനോ? എടി, നീ എന്താ കരുതിയത്? കുറച്ച് പണം ഇവർക്ക് നൽകിയാ ഇവരെല്ലാം നിന്റെ കാല് പിടിക്കുന്നു? അതോ നിന്നെ പോലൊരുത്തിയുടെ വാക്ക് കേട്ട് എന്റെ ഏട്ടനെ പുറത്താക്കുന്നു? അതല്ലേ കുറച്ചു മുമ്പ് പ്രൊഡ്യൂസർ പറഞ്ഞത്, പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകാൻ. നീലൊരു പാവത്താനാ, ആളുകളുടെ മുമ്പില് ഒരിക്കലും അപമാനിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തവൻ. എനിക്ക് ഉറപ്പുണ്ട്, മിക്കവാറും നീൽ ഈ സിനിമ ഉപേക്ഷിച്ച് ഇവിടുന്ന് ഇപ്പൊ തന്നെ സ്ഥലം വിടും. അങ്ങനെ എന്റെ ഏട്ടന്റെ കരിയർ നശിപ്പിക്കാന്ന് നീ മനപായസം കുടിക്കണ്ട. നിന്റെ ഭർത്താവ് ആരാടി? 5ഓ 6ഓ സിനിമയിൽ അഭിനയിച്ച ഒരു നടൻ. അയാൾക്ക് വല്ല മാർക്കറ്റും ഉണ്ടോ? സ്റ്റാർ വാല്യൂ ഉണ്ടോ? സാറ്റലൈറ്റ് മാർക്കറ്റ് ഉണ്ടോ? സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ കാണാൻ നിൽക്കുന്നത് പോലെ ആരെങ്കിലും ഇയാളുടെ സിനിമയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടോ? ഈ സിനിമയിൽ അഭിനയിക്കേണ്ടത് അയാളുടെ മാത്രം ആവശ്യമാണ്. ഈ സിനിമ കളഞ്ഞിട്ട് പോയാ അതോടെ അവസാനിക്കും. നീലെന്ന സിനിമാ നടൻ അവസാനിപ്പിക്കും ഞാൻ. സിനിമാ നടൻ നീൽ വെറും സാധാരണക്കാരൻ നീലായിട്ട് മാറുന്നത് ഞാൻ കാണിച്ചു തരാം. എന്താ, അത് വേണോ? ഇല്ലടി, നിന്നെ പോലൊരുത്തിയുടെ മുന്നിൽ എന്റെ ഏട്ടൻ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. കഷ്ടപ്പെട്ടും അധ്വാനിച്ചും സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടും എന്റെ ഏട്ടൻ തിരഞ്ഞെടുത്ത കരിയറാ ഇത്. അത് നശിപ്പിക്കാൻ നീയല്ല, ഏത് മഹാറാണി വിചാരിച്ചാലും ഈ സ്വാതി അതിനനുവദിക്കില്ല. ഭർത്താവിന്റെ ജീവിതം മാത്രമല്ല, ജോലിയും അന്തസ്സും സംരക്ഷിക്കാൻ കടമയുള്ളവളാ ഭാര്യ. ആ കടമ ഞാൻ ചെയ്യും. ഓ, നീലിനോടുള്ള സ്നേഹം അല്ലേ? പക്ഷേ നീലിനെ നീ കാണുന്നതിന് മുൻപ് ഇഷ്ടപ്പെടുകയും പ്രേമിക്കുകയും ചെയ്തവളാ ഈ വേദ. എത്ര ശത്രുവായി കണ്ടാലും എന്നെക്കുറിച്ചുള്ള പഴയ ഓർമ്മകളൊക്കെ ഇപ്പോഴും നീലിന്റെ മനസ്സിലുണ്ടാവും. ഇല്ലടി, ഏട്ടന്റെ മനസ്സിൽ നീ ഇപ്പൊ സ്വന്തം അമ്മയുടെ കൊലപാതകി മാത്രോ? നിന്റെ മുഖം കാണുമ്പോ അത് മാത്രമേ ഏട്ടൻ ഓർക്കൂ. അത് നിനക്ക് ഞാൻ ഇവിടെ വച്ച് തന്നെ മനസ്സിലാക്കി തരും. നീ ഈ കാണിക്കുന്നതിന് ഏട്ടനെ കൊണ്ട് തന്നെ ഞാൻ മറുപടി തരും. അതും നീ അഹങ്കാരത്തോടെ നിൽക്കുന്ന ഈ സെറ്റിൽ വെച്ച് തന്നെ. നീ കാത്തിരുന്നു, ഇത് പറയുന്നതേ സ്വാതിയാ. മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങളുടെ ഉയർച്ചയും തകർച്ചയും കണ്ടവനാ ഞാൻ. എന്റെ സിനിമയിൽ ചെറിയ വേഷങ്ങൾ അഭിനയിക്കാമെന്ന പലരും ഇന്ന് സിനിമാ ലോകം ഭരിക്കുന്ന സൂപ്പർ സ്റ്റാറുകളാണ്. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്, നിങ്ങൾ അഭിനയിക്കണം. നിങ്ങളിൽ നല്ലൊരു നടന്റെ സ്പാർക്കുണ്ട്. സർ, ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ്. അങ്ങയുടെ സിനിമയിൽ അഭിനയിക്കുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഉപേക്ഷിച്ച് മടങ്ങാൻ ഞാൻ. എനിക്കറിയാം, എൻ്റെ കരിയർ ചിലപ്പോ ഇവിടെ അവസാനിക്കും. സിനിമ വിട്ട് എനിക്ക് പോവേണ്ടി വന്നേക്കാം. എങ്കിലും എനിക്ക് ഇവളുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല സർ. ഞാനൊരു മകനല്ലേ സർ?
എന്നെ പ്രസവിച്ച അമ്മയെ കൊന്നവളുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ ചിരിക്കും, എങ്ങനെ ഡയലോഗ് പറയും? ക്ഷമിക്കണം സർ, എനിക്കതിന് കഴിയില്ല. നീലിന്റെ മനസ്സിലെ സങ്കടം എനിക്കറിയാം, ഒരു മകന്റെ വേദനയും എനിക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ പ്രൊഡ്യൂസർ അവളോട് പണം വാങ്ങി കരാർ ഒപ്പിട്ട് പോയി. എന്റെ സിനിമകൾ ചെയ്ത ഒരു പ്രൊഡ്യൂസറിന്റെയും ഇന്ന് വരെ ഒരു രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ലക്ഷങ്ങളും കോടികളും ലാഭം നേടിയിട്ടേ ഉള്ളൂ. അത് വിശ്വസിച്ചാ ബോബിച്ചായൻ ആ പെൺകുട്ടിയോട് പണം വാങ്ങി എഗ്രിമെന്റ് ഒപ്പിട്ടത്.